കേരള PSC നടത്തിയ KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 പരീക്ഷയുടെ റാങ്ക്ഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക്ഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച തീയതി 30/1/2026. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ സ്ട്രീം 1-ൽ മെയിൻ ലിസ്റ്റിൽ 22 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 59 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസിൽ 19 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആകെ റാങ്ക് ലിസ്റ്റിൽ 100 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. KAS സ്ട്രീം 2 പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. സ്ട്രീം 2-ൽ മെയിൻ ലിസ്റ്റിൽ 19 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 56 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസിൽ 15 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ആകെ റാങ്ക് ലിസ്റ്റിൽ 90 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്.
ഇനി KIS സ്ട്രീം 3 പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ് ഈഴവ, തീയ, ബില്ലവ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ് AI, OBC, വിശ്വകർമ്മ, SIUC നാടാർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്സ് ടു ക്രിസ്ത്യാനിറ്റി, ധീവര, ഹിന്ദു നാടാർ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ലിസ്റ്റ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഫോർ 4% റിസർവേഷൻ, ബ്ലൈൻഡ്നെസ് ആൻഡ് ലോ വിഷൻ, deaf and hard of hearing, locomotor disability including cerebral palsy, leprosy, CORD, dwarfism, acid attack victims, multiple disability including only above 3 subcategories. റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 20 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 44 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസിൽ 7 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ആകെ റാങ്ക് ലിസ്റ്റിൽ 71 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം അനുവദനീയമല്ല. എന്നാൽ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in നിന്നുള്ള ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിലൂടെ 85 രൂപ നിശ്ചിത ഫീസ് അടച്ച് അപേക്ഷിച്ചാൽ ഉത്തരക്കടലാസുകൾ വീണ്ടും പരിശോധിക്കുന്നതാണ്. പോർട്ടൽ വഴി ഇ-പേയ്മെൻറ്റ് വഴി ഫീസ് അടയ്ക്കാം. മറ്റേതെങ്കിലും രീതിയിൽ, ഉദാഹരണത്തിന് ഇമെയിൽ, തപാൽ വഴി നേരിട്ടുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ യോഗ്യതാ പട്ടിക അപ്ലോഡ് ചെയ്യുന്ന തീയതി മുതൽ 15 ദിവസത്തെ സമയം ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അനുവദിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട OMR ഉത്തരക്കടലാസുകളുടെ പാർട്ട് A ആൻഡ് പാർട്ട് B ഫോട്ടോ കോപ്പി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in നിന്ന് അവരുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പോർട്ടലിൽ ലഭ്യമായ ഇ-പേയ്മെൻറ്റ് മോഡ് വഴി നിശ്ചിത ഫീസ് 335 രൂപ അടച്ച് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം. കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ യോഗ്യതാ പട്ടിക അപ്ലോഡ് ചെയ്യുന്ന തീയതി മുതൽ 15 ദിവസത്തെ സമയം OMR ഷീറ്റുകളുടെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് അനുവദിക്കും. മറ്റേതെങ്കിലും രീതിയിൽ, അതായത് ഇമെയിൽ, തപാൽ, ഡയറക്റ്റ് വഴി സമർപ്പിക്കുന്ന അപേക്ഷ പരിഗണിക്കുന്നതല്ല.